ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എവർക്കും അറിയാവുന്നതുപോലെ ഈ നിനവേ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ നിനവേ നോമ്പിൻ്റെ ആ പ്രാരംഭത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി, അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 27 ജാനുവരി 2026, ഈ വർഷത്തെ 27ാമത്തെ ദിവസവും ഈ മാസത്തെ 27ാമത്തെ ദിവസവുമാണ്. 3 നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് എന്നും നമുക്ക് ഏവർക്കും അറിയാം. നാം ഓരോരുത്തരും ഈ നോമ്പിനെ എങ്ങനെയാണ് കാണേണ്ടത്? മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നോമ്പായിട്ട് നാം ഇതിനെ കാണണം. ഇന്നുവരെ നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനി നാം എങ്ങനെ ജീവിക്കണം എന്ന് ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 5 വയസ്സ് മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ നാം ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അന്നു മുതൽ ഇന്ന് വരെ നാം തുടർച്ചയായി ഈ 3 നോമ്പ് ആചരിക്കുകയും അതിൽ സംബന്ധിക്കുകയും നമ്മുടെ മാതാപിതാക്കളുടെ സഹായത്തോടുകൂടി, നമ്മുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടുകൂടി, അതിനുശേഷം കുടുംബത്തോടുകൂടി നമ്മൾ ഇതേവരെ ആ നോമ്പ് ആചരിച്ചു. എന്നാൽ ഒരു നോമ്പിന് ശേഷമുള്ള അടുത്ത നോമ്പ് വരുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ആ സോദോം ഗൊമോറയെക്കുറിച്ച് ഒന്നോർക്കുക. അവർ ചെയ്തതിനെ കഴിഞ്ഞും വലിയ തെറ്റുകളാണ് ഇന്നത്തെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനവേയിലെ ആൾക്കാർ ചെയ്തതായ ആ തെറ്റുകളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് യോനാ പ്രവാചകനെ അവിടേക്ക് അയക്കുകയും യോനാ പ്രവാചകൻ അവിടെ ചെല്ലാത്ത തർസീസിലേക്ക് പോയതിൻ്റെതായ, അവൻ ദൈവത്തെ അനുസരിക്കാതെ, അവൻ ദൈവത്തിന് ഹിതമായിട്ടുള്ളത് പ്രവർത്തിക്കാതെ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവന് ഉടനെ തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടി. അവൻ അനുതപിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ആ മത്സ്യം കൊണ്ടുവന്ന് കരയിൽ ഛർദ്ദിക്കുകയും അവിടെ നിന്നും അവൻ ദൈവത്തോട് യാചിക്കുന്ന ഒരു വേദഭാഗമാണ് നാം യോനായുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്നത്. ആ 10 വാക്യങ്ങൾ ഒന്ന് വായിച്ച് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കി നമ്മൾ അനുദപിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ എന്ന് ഒന്ന് നോക്കേണ്ടത് ഈ കാലത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ആ നിനവേക്കാരെ കഴിഞ്ഞും വളരെ തെറ്റായ രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വിശ്വാസത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി ഈ നോമ്പ് നാം ആചരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ നമുക്ക് ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നു. അതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ദൗത്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. ആ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. എന്താണ് നമ്മുടെ ദൗത്യങ്ങൾ? ഓരോരുത്തർക്കും വ്യത്യസ്ത ദൗത്യങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. ഒരു പിതാവിൻ്റെ ദൗത്യമല്ല ആ ഭവനത്തിലെ മാതാവിൻ്റെ ദൗത്യം, പേരൻസിൻ്റെ ദൗത്യമല്ല മക്കളുടെ ദൗത്യം, മകൻ്റെ ദൗത്യം ഒന്ന്, മകളുടെ ദൗത്യം മറ്റൊന്ന്, മരുമകൻ്റെയോ മരുമകളുടെ ദൗത്യം മറ്റൊന്ന്. അതൊക്കെയും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ യോനാ പ്രവാചകനെ പോലെ സ്വയം തിരുത്തുവാൻ തോന്നത്തുള്ളൂ. യോന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവ് എന്നാണ്. നമുക്ക് ആ പ്രാവിനെ പോലെ നിഷ്കളങ്കമായ ഒരു ജീവിതം ജീവിക്കുവാൻ സാധിക്കുമോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ ദൗത്യങ്ങൾ ശരിയായ രീതിയിൽ നിവർത്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരും എന്നതിന് 2 അഭിപ്രായമുണ്ടാകുകയില്ല. യോന പ്രവാചകനെ നോക്കുക. അവൻ തോറ്റുപോയത് അവൻ യഹോവയെ കേട്ടില്ല, അവൻ യഹോവയെ നിരസിച്ചു. എന്നാൽ അവൻ അനുതപിച്ചപ്പോൾ ദൈവം അവനോട് ക്ഷമിക്കുകയും അവൻ യഹോവയെ അനുസരിച്ച് നിനവയിലേക്ക് പോവുകയും അവിടെ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് അവരോട് അറിയിക്കുകയും ചെയ്തു. നിനവേക്കാർ ഇരട്ടുടുത്ത് വെണ്ണീറിലിരുന്നു അനുതപിച്ചു. അവർ അനുഗ്രഹിക്കപ്പെട്ടു, അവരുടെ ശാപം ക്ഷമിക്കപ്പെട്ടു. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? കാരണം നമ്മൾ ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്ന അവസരത്തിൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ കൂടി നാം കാണിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു അനുഗ്രഹമായി മാറ്റപ്പെടും എന്നതിന് യാതൊരു സംശയവുമില്ല.
ക്രിസ്തുവിനെ നാം നമ്മുടെ നായകനാക്കി സ്വീകരിച്ചിട്ടുണ്ടോ എന്നീ അവസരത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ആയതിനാൽ നാം ഓരോരുത്തരും ഇന്നു മുതൽ എങ്ങനെയാണ് ഇന്ന് വരെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ആണ് ഇനിയും ഞാൻ ജീവിക്കേണ്ടത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ടാവും. നമ്മൾ നോമ്പ് നോക്കണം. നോമ്പിൻ്റെ 2 ചിറകുകളാണുള്ളത്. ഒന്ന് ഉപവാസവും 2 പ്രാർത്ഥനയും. എന്താണ് ഉപവാസം എന്ന് ചോദിച്ചാൽ ദൈവത്തോട് കൂടി കഴിയുക എന്നതാണ് ഉപവാസം. പ്രാർത്ഥനയോ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുകയും നമ്മൾ അവനിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവനോട് യാചിക്കുക. അവൻ കേൾക്കും, നമ്മെ അനുഗ്രഹിക്കും. അതാണ് പ്രാർത്ഥന. നാം എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ വിളിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ദാനധർമ്മങ്ങൾ ചെയ്യണം. സൽപ്രവൃത്തികൾ ചെയ്തു കഴിയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ചു തരും. എന്നാൽ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇന്നവരെ നമ്മൾ ചെയ്തതായ പാപങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു തീരുമാനം കൊണ്ട് നമ്മൾ എടുക്കുകയും അത് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു എങ്കിൽ മാത്രമേ ദൈവം നമ്മളോട് പൊറുക്കുകയുള്ളൂ എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ദൈവം കാണുന്നത് നമ്മുടെ ഉള്ളാണ്. നാം സൽപ്രവർത്തികൾ ചെയ്യുന്നുവെങ്കിൽ അവൻ അത് കാണും. നമ്മുടെ ശരീരം ദേവാലയമാക്കേണ്ടതുണ്ട്. എങ്ങനെ? നമ്മുടെ ശരീരം വിശുദ്ധീകരിക്കണം. നമ്മുടെ ശരീരം വിശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം, നമ്മുടെ ചിന്ത നല്ലതായിരിക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. യോബ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ യോബിന് കിട്ടിയതുപോലെ നമ്മളെയും ദൈവം അനുഗ്രഹിക്കും. അതിന് നമ്മൾ എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് യോനായുടെ ഈ 3 നോയമ്പിൻ്റെ അവസരത്തിൽ യോനായുടെ ടോട്ടൽ 4 അധ്യായങ്ങളും 48 വാക്യങ്ങളുമാണ് അതിലുള്ളതെന്ന് നമുക്ക് എവർക്കും അറിയാം. ആ യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 10 വാക്യങ്ങൾ നമ്മൾ ശരിക്കും വായിച്ച് അത് നമ്മുടെ ജീവിതത്തോട് തട്ടിച്ചു നോക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടി ഓർക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടും. അതിനു വേണ്ടിയിട്ട് നാം ആദ്യമേ രക്ഷിക്കപ്പെടണം. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ നോമ്പ് അതിന് ഒരു കാരണമായി തീരട്ടെ. കാനൂനിക നോമ്പുകൾ മൊത്തത്തിലുള്ളത് 5 എണ്ണമാണ്. അതിൽ ഒരു വർഷം 365 ദിവസമുള്ളതിൽ സഭ നമ്മോട് പറയുന്നത് 106 ദിവസങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 106 ദിവസങ്ങളാണ് 5 കാനൂനിക നോമ്പിലുള്ളത്. ആ കാനൂനിക നോമ്പുകളിൽ 2-ാമത്തെ നോമ്പാണിത്. അതിൽ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ഈ 3 ദിവസവും കുമ്പിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? 3 നോമ്പിൻ്റെ ദിവസങ്ങളിലെ പ്രത്യേക പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുകയും ആ നിനിവേക്കാർക്ക് കിട്ടിയതായ അനുഗ്രഹങ്ങൾ പോലെ നമ്മൾക്കും അനുഗ്രഹം ലഭിക്കത്തക്കവണ്ണം നാം ഓരോരുത്തരെയും ദൈവത്തിൽ സമർപ്പിക്കുകയും നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ മേലധ്യക്ഷന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ സ്വീകരിക്കും. നമ്മളുടെ ഹൃദയം ശുദ്ധമായിരിക്കണമെന്ന് മാത്രം. അങ്ങനെ ശുദ്ധമായിരിക്കുന്ന ആ ഹൃദയം കൊണ്ട് നാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ആ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥന നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് നമുക്കറിയാമല്ലോ. ആ ഒരു പ്രത്യേകത, ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ നോമ്പ് നമുക്കൊരു അനുഗ്രഹമായി തീരും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് യാചിക്കാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.